ദേശീയ ഉത്തേജക വിരുദ്ധ സമിതി അഥവാ നാഡയ്ക്കെതിരെ വീണ്ടും ഗുസ്തി താരം ബജ്റംഗ് പൂനിയ. പ്രോട്ടോകോൾ പാലിച്ചല്ല നാഡയുടെ പ്രവർത്തനം. താൻ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ല എന്നും പൂനിയ വിശദീകരിക്കുന്നുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകും. അനിൽ, എന്താണ് ബജ്റംഗ് പൂനിയ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? ഇതിനോടകം അദ്ദേഹത്തിനെതിരെ വലിയ നടപടിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ. എന്താണ് ഈ ഘട്ടത്തിൽ പൂനിയ നൽകുന്ന വിശദീകരണം? വിജയകുമാർ, സാമ്പിൾ നൽകിയിട്ടില്ല, ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകിയിട്ടില്ല എന്നത് കാരണം ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇന്നലെ ഗുസ്തിക്കാരുടെ ഔദ്യോഗിക സംഘടനയായ യുണൈറ്റഡ് റെസ്ലിംഗും അദ്ദേഹത്തിനെതിരെ നടപടി ആവർത്തിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാഡയുടെ പ്രവർത്തനം ഒട്ടും തന്നെ പ്രോട്ടോകോൾ പാലിച്ചല്ല. താൻ ആ മത്സരത്തിൽ ശേഷം താൻ ഓടിപ്പോയിട്ടില്ല. അവർ ആരോപിക്കുന്നത് പോലെ താൻ ഓടിപ്പോയി എന്നിട്ടില്ല. 1 മണിക്കൂറോളം താൻ അവിടെ ഉണ്ടായിരുന്നു. സൈഡ് ഡോക്ടറുമായി തൻ്റെ ആങ്കിളിലെ ഇഞ്ചുറിയുമായി സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു. തനിക്ക് പരിശോധനയ്ക്കായി കൊണ്ടുവന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കിറ്റുകളായിരുന്നു. താൻ അതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ തനിക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുകയുണ്ടായില്ല. അവർ പിന്നീട് അതിനുശേഷം വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇതുവരെയും തന്നിട്ടില്ല. തന്നെ ചില കാരണങ്ങൾ കൊണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പൂനിയ പറയുന്നത്. പൂനിയ എന്തായാലും ഈ ഒരു നടപടിക്കെതിരെ അപ്പീലിന് പോകാനിരിക്കുകയാണ്. യുണൈറ്റഡ് റെസ്ലിംഗിൻ്റെ നടപടിക്കെതിരെയും ഉടൻ തന്നെ പൂനിയ അപ്പീലിന് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ, തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നു, അതിന്റെ ഭാഗമാണ് ഈ നീക്കങ്ങൾ എന്നൊക്കെയാണ് ബജ്റംഗ് പൂനിയ പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശദീകരണം സ്വീകാര്യമാകുമോ എന്നത് അടുത്ത മണിക്കൂറുകളെ വ്യക്തമാവൂ. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.